ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടിസ്ഥാന ശാസ്ത്രമാണ്. അടിസ്ഥാന ശാസ്ത്രത്തിൽ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് വ്യാധികൾ പടരാതിരിക്കാൻ എന്നുള്ള രണ്ടാമത്തെ പാഠമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് ചെയ്യാം. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടിസ്ഥാന ശാസ്ത്രമല്ല മാത്രമല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നമ്മൾ ടോപ്പേഴ്സ് വേൾഡിൽ അവൈലബിൾ ആണ്. എല്ലാ സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റിൽ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള നെക്സ്റ്റ് ക്ലാസ്സിൽ ഏതാണെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പാഠം സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ചാപ്റ്റർ വ്യാധികൾ പടരാതിരിക്കാൻ. നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിക്കുന്നത് അസുഖങ്ങളുടെ പേരും അസുഖങ്ങൾ എങ്ങനെയൊക്കെയാണ് പടരാതിരിക്കുക. വ്യാധികൾ എന്ന് വെച്ചാൽ എന്താണ്? അസുഖങ്ങൾ. അപ്പോൾ എന്തൊക്കെ അസുഖങ്ങളാണ്, അതെങ്ങനെയാണ് നമുക്ക് പടരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം, അതിനുള്ള മുൻകരുതലുകൾ, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, ഇതൊക്കെയാണ് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒരു അമ്മയും കുട്ടിയും ഡോക്ടറെ കാണാൻ വന്നിരിക്കുകയാണ് അല്ലേ, കുട്ടിയെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം കേട്ടോ. എന്താ ഡോക്ടർ ചോദിക്കുന്നത്? പകർച്ചപ്പനിയാണ്, വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം വന്നിരുന്നോ? അമ്മ എന്താ പറയണത്? എനിക്കും ഇവന്റെ ചേച്ചിക്കും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നാണ് കുട്ടിക്ക് വന്നിരിക്കുന്നത്. പകർച്ചപ്പനി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ? അതായത് എന്താണ്? വേറൊരാൾക്ക് പടരുന്ന പനിയായിരിക്കും അല്ലേ, നമ്മൾ സംസാരിക്കുന്നതിലൂടെയെല്ലാം അടുത്ത ആൾക്ക് പടരുന്ന പനിയായിരിക്കും പകർച്ചപ്പനി എന്ന് പറയുന്നത്. അപ്പൊ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ഈ കുട്ടിക്ക് പനി വന്നത് എങ്ങനെയായിരിക്കും? മറ്റുള്ളവർക്ക് ഈ രോഗം പടരാതിരിക്കാൻ എന്ത് ചെയ്യണം? എങ്ങനെയായിരിക്കും കുട്ടിക്ക് പനി വന്നത്? അമ്മയ്ക്കും ചേച്ചിക്കും വന്നു, അവരുമായിട്ടുള്ള സമ്പർക്കം മൂലം കുട്ടിക്കും വന്നു അല്ലേ. മറ്റുള്ളവർക്ക് രോഗം പകരാതിരിക്കാൻ എന്ത് ചെയ്യണം? അപ്പൊ അതുപോലെ പനിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മറ്റൊരാൾക്ക് പകരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? മാസ്ക് ധരിക്കുക അല്ലെ. പനി പോലെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് പടരാതിരിക്കാൻ വേണ്ടി മാസ്ക് ധരിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? അധികമായി മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാതിരിക്കുക. അപ്പൊ തന്നെ അസുഖം എന്താവും? വേറൊരാൾക്ക് പടരാതിരിക്കും. നിങ്ങൾക്കറിയാവുന്ന രോഗങ്ങളുടെ പേരുകൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അവയെല്ലാം പകരുന്നവയാണോ? അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന അസുഖങ്ങളുടെ പേരാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ട്. ഒരുപാട് രോഗങ്ങളുണ്ട് അല്ലേ. നമുക്ക് അറിയുന്ന അസുഖം, ഫസ്റ്റ് അസുഖത്തിന്റെ പേര് പറയുമ്പോൾ പനി നമ്മൾ പറയും. ഒരുപാട് രോഗങ്ങളുണ്ട്. അപ്പൊ ഈ എല്ലാ രോഗവും പകരുന്നതാണെന്ന് പറയാൻ പറ്റുമോ? പനിയിൽ തന്നെ എല്ലാ പനിയും പടരുന്ന പകർച്ചപ്പനിയാണെന്ന് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ എല്ലാ അസുഖവും പകരുന്നവയാണോ എന്ന ചോദ്യത്തിന് എന്ത് നമുക്ക് പറയാൻ പറ്റും? തീർച്ചയായിട്ടും അല്ല. പകരുന്ന രോഗങ്ങളുണ്ട്, പകരാത്ത രോഗങ്ങളുണ്ട്. നിങ്ങൾ എഴുതിയ രോഗങ്ങളെ തരംതിരിച്ച് പട്ടികപ്പെടുത്തൂ. പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ. മനസ്സിലായത്? ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും കേട്ടോ. നമുക്കിവിടെ പകരുന്ന രോഗങ്ങൾ എന്തൊക്കെ എഴുതാം? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ ബോക്സ്, ക്ഷയം ഒക്കെ നമുക്ക് പകരുന്ന രോഗത്തിൽ എഴുതാം. പകരാത്ത രോഗങ്ങൾ ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, തിമിരം, ഇതൊക്കെ പകരാത്ത രോഗങ്ങളാണ്. ഒരാൾക്ക് വന്നു എന്ന് കരുതി അയാളുമായി സമ്പർക്കത്തിലുള്ള ആൾക്ക് വരണമെന്നില്ല. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് പകർച്ചവ്യാധികൾ? ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. പകർച്ചവ്യാധികൾ എന്താണെന്നുള്ള ഈ ഡെഫിനേഷൻ പഠിച്ചു വെക്കുക കേട്ടോ. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് പകർച്ചവ്യാധികൾ എന്ന് പറഞ്ഞാൽ? ഒരാളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മഹാമാരികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അല്ലേ. ഇപ്പൊ നമ്മുടെ COVID-19 വന്നു. അപ്പൊ നമ്മൾ COVID-19 എന്തായാലും നമുക്ക് പറയാൻ പറ്റും മഹാമാരി എന്ന് പറഞ്ഞു. കാരണം എന്തുകൊണ്ടാണ്? ഒരുപാട് ഇടങ്ങളിലേക്ക് അത് പടർന്നു, ഒരുപാട് രാജ്യങ്ങളിലേക്ക് പടർന്നു, ഒരുപാട് പേരുടെ മരണത്തിന് കാരണമായി അല്ലേ. അപ്പൊ അങ്ങനെയുള്ള അത്തരം അസുഖങ്ങളെ നമുക്ക് മഹാമാരികൾ എന്ന് പറയാൻ പറ്റും. അപ്പൊ എന്താ മഹാമാരികൾ എന്ന് വെച്ചാൽ? പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി, അതായത് പാൻഡമിക് എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവ. രോഗമുള്ള ഒരാളുമായി ഇടപഴകുമ്പോൾ നമുക്കും ആ രോഗം വരാനുള്ള സാധ്യതയില്ലേ. അപ്പൊ എന്താണ് ഇവിടെ പഠിച്ചു വെക്കേണ്ടത്? പകർച്ചവ്യാധികൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, മഹാമാരികൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ അതിജീവിച്ച കുറച്ച് മഹാമാരികളുടെ പേരാണ് വസൂരി, ക്ഷയം എന്നും പഠിച്ചിരിക്കുക കേട്ടോ. പ്ലേഗ്, COVID-19. അപ്പൊ രോഗമുള്ള ഒരാളുമായി ഇടപഴകുമ്പോൾ നമുക്കും ആ രോഗം വരാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായിട്ടും. പകർച്ചവ്യാധികളാണെങ്കിൽ തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട്. പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് എന്തായിരിക്കും? അവയെ നമുക്ക് കാണാൻ സാധിക്കുമോ? എന്തായിരിക്കും പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത്? എന്തൊക്കെയായിരിക്കും? നമുക്ക് അവയെ കാണാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം.
മറ്റൊരു അസുഖം വന്ന ഒരാളുമായിട്ട് പകർച്ചവ്യാധിയുള്ള ഒരാളുമായിട്ടാണ് നമ്മൾ ഇടപഴകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇടപഴകുമ്പോൾ ആ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പകർച്ചവ്യാധികൾ കാരണമാവുന്നത് എന്താണ്? അത് നമ്മൾ പറഞ്ഞ പേരാണ് രോഗകാരികൾ എന്നാണ് പറയുക. അവയെ നമുക്ക് കാണാൻ സാധിക്കുമോ? അവയെ നമുക്ക് കണ്ണോട് കാണാൻ സാധിക്കില്ല. കണ്ണോട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളാണ് എന്ത്? രോഗകാരികൾ എന്ന് പറയുന്നത് ട്ടോ. അപ്പോൾ ഇവിടെ രോഗകാരികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം രോഗകാരികളെ എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? എന്തിന്റെ സഹായത്തോടു കൂടിയാണ്? മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി നമുക്കത് കാണാൻ സാധിക്കും. അതല്ലാതെ നമുക്ക് നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ല. മൈക്രോസ്കോപ്പിലൂടെ കാണാൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ എന്താണ് രോഗകാരികൾ എന്ന് പഠിച്ചു വെക്കുക. എന്താണ് രോഗകാരികൾ എന്ന് പറയുന്നത്? കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് എന്ത്? രോഗകാരികൾ ട്ടോ. മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്, രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പ് ദൃശ്യവും വൈറസിന്റെ മൈക്രോസ്കോപ്പ് ദൃശ്യവുമാണ് കേട്ടോ. അപ്പോൾ രോഗകാരികൾ നമുക്ക് എന്തൊക്കെ പറയാം? ബാക്ടീരിയ പറയാൻ പറ്റും, വൈറസ് ഒക്കെ നമുക്ക് എന്താണ്? രോഗകാരികളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അത്തരം സൂക്ഷ്മജീവികളെ കുറിച്ച് പറഞ്ഞു അല്ലേ? അപ്പോൾ ആ സൂക്ഷ്മജീവികൾ എന്തൊക്കെയാണ്? എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ചില സൂക്ഷ്മജീവികള് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം തരുന്ന ആ സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുണ്ട്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സൂക്ഷ്മജീവികളുണ്ട് അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് ഇത്തരം സൂക്ഷ്മജീവികളുടെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിന്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ദോശമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പൊ ഇന്ന് അരച്ചു വെച്ച ദോശമാവ് നാളെ ആകുമ്പോൾ പുളിച്ചിട്ടുണ്ടാവും അല്ലേ? അതിന് കാരണം അതിലുള്ള ചില ബാക്ടീരിയകളാണ് കേട്ടോ. അത് പുളിച്ചില്ലെങ്കിൽ നമുക്കത് ദോശയായിട്ട് കഴിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? ചെറിയൊരു പുളിപ്പ് വരണ്ടേ? ബാക്ടീരിയകളുടെയും ഫംഗസുകളും ഒക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിച്ച് മണ്ണിൽ ചേർക്കുന്നത്. അതുപോലെ എന്തെങ്കിലും അഴുകിയ ഒരു സാധനം മണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ അത് മണ്ണിനോട് ചേർന്ന് മണ്ണിനോട് യോജിക്കാനുള്ള കാരണം ഈ ബാക്ടീരിയകളുടെ പ്രവർത്തനമാണ്. ഓക്കെ, ഈ ബാക്ടീരിയകളാണ് അതിനെ എന്ത് ചെയ്യുന്നത്? ആ മണ്ണിലുള്ള ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നത്. അപ്പൊ ആ ബാക്ടീരിയകൾ ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? ആ അഴുകിയ വസ്തുക്കൾ അങ്ങനെ തന്നെ കിടക്കും, അഴുകാതെ അങ്ങനെ തന്നെ കിടക്കും. അഴുകും കൂടെ ചെയ്യില്ല. അഴുകാനുള്ള കാരണവും അതിലെ ബാക്ടീരിയ തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പൊ അഴുകാതെ അങ്ങനെ തന്നെ കിടന്നുള്ള അവസ്ഥ എന്തായിരിക്കും? സൂക്ഷ്മജീവികൾ ഉപകാരികളാകുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതും. അപ്പൊ ഇതുപോലെ സൂക്ഷ്മജീവികൾ നമുക്ക് സഹായമാകുന്ന ഉപകാരികളാകുന്ന കൂടുതൽ സന്ദർഭങ്ങളാണ് എഴുതാൻ പറയുന്നത്. നമുക്ക് എന്തൊക്കെ എഴുതാം? പാല് തൈരാക്കി മാറ്റുന്നു, അരിമാവ് പുളിപ്പിക്കുന്നു, വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു, ചികിത്സാ രംഗത്ത് പ്രയോജനപ്പെടുത്തുന്നു. ഇതെല്ലാം ഇത്തരം സൂക്ഷ്മജീവികളിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സൂക്ഷ്മജീവികളുടെ ഗുണങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് ഫംഗസുകളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഫംഗസുകളുടെ ലോകം. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ബ്രെഡ് അല്ലെങ്കിൽ റൊട്ടിയൊക്കെ ഒരു എക്സ്പയറി ഡേറ്റിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൽ എന്ത് വന്നിട്ടുണ്ടാവും? ഒരു ബ്ലാക്ക് കളർ പൂപ്പൽ കയറാൻ തുടങ്ങിയിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ. അതായത് ആ എക്സ്പയറി ഡേറ്റിന് കുറച്ച് ദിവസം കൂടെ നമുക്ക് വെക്കാൻ പറ്റില്ല. കറക്റ്റ് അതിനുശേഷം വേഗം തന്നെ അതിൽ എന്ത് വരും? പൂപ്പൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വേഗം തന്നെ നമുക്ക് പൂപ്പൽ കാണാൻ സാധിക്കുന്ന സംഭവങ്ങളാണ് ഈ റൊട്ടിപ്പൂപ്പൽ. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിലൊക്കെ കരിമ്പനായിട്ട് വരുന്നു ഇല്ല? ഡ്രസ്സിൽ നനഞ്ഞ വസ്ത്രമൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താവും? അതിൽ കരിമ്പൻ വരും. കരിമ്പൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു തരത്തിലുള്ള പൂപ്പൽ തന്നെയാണ്. അതായത് ഒരു തരത്തിലുള്ള ഫംഗസ് തന്നെയാണ് കേട്ടോ. മനുഷ്യ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. മനുഷ്യന് അസുഖം ഉണ്ടാക്കാൻ കാരണക്കാരായ ചില സൂക്ഷ്മജീവികളായ ഫംഗസുകളാണ് ആരൊക്കെ? കാൻഡിഡ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു കോളം നിങ്ങൾ പഠിച്ചു വെക്കുക, കാരണം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മനുഷ്യന് അസുഖത്തിന് കാരണമാവുന്ന ഫംഗസുകൾ ഏതൊക്കെയാണ്? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, അതുപോലെ തന്നെ ഹിസ്റ്റോപ്ലാസ്മ. മനസ്സിലായല്ലോ? നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം. കൂണ് നിങ്ങൾക്കൊക്കെ അറിയണതാണ് അല്ലെ? മഷ്റൂം. അപ്പൊ മഷ്റൂം നമ്മൾ കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ എല്ലാ മഷ്റൂമും എല്ലാ കൂണും കഴിക്കുന്നവയല്ല. കഴിക്കാൻ
കഴിക്കാൻ പറ്റുന്ന കൂണുകളുണ്ട്, കഴിക്കാൻ പാടാത്ത അതായത് വിഷാംശമുള്ള കൂണുകളുണ്ട് കേട്ടോ. അപ്പൊ അത്തരം സംഭവങ്ങൾ കൂണ് തന്നെ എന്താണ്, ഒരു ഫംഗസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് അങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതും കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തതുമായിട്ട് ഒരുപാട് തരത്തിലുള്ള ഫംഗസുകൾ ഉണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ മനുഷ്യന് രോഗം ഉണ്ടാകാൻ കാരണമാകുന്ന ഫംഗസുകളുടെ പേര് 3 എണ്ണമാണ്: കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. മനസ്സിലായല്ലോ? അടുത്തത് രോഗങ്ങൾ പകരുന്ന വഴി. അടുത്ത ടോപ്പിക്കാണ് രോഗങ്ങൾ പകരുന്ന വഴി. ചിത്രീകരണം നിരീക്ഷിച്ച് രോഗങ്ങൾ പകരാനുള്ള സാഹചര്യം കണ്ടെത്തൂ. അപ്പൊ എന്താണ് കൊടുത്തിരിക്കുന്നത്? പഴവും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് തുറന്ന് വെച്ചിരിക്കുകയാണ് അല്ലെ. അതിൽ എന്ത് വന്നിരിക്കുന്നു? ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് മാത്രമല്ല, നമ്മൾ ആഹാര സാധനം എന്ത് തന്നെ ആയിക്കോട്ടെ അതിങ്ങനെ നമ്മളിങ്ങനെ ഓപ്പൺ എയർ തുറന്ന് ഇങ്ങനെ വെക്കുന്ന സമയത്ത് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈച്ചയൊക്കെ വന്നിരിക്കുന്നുണ്ടാവും അല്ലേ. അത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് കാര്യം മനസ്സിലാവും. ഈ ഈച്ച എവിടെയൊക്കെ പോയി ഇരുന്നിട്ടായിരിക്കും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വന്നിരിക്കുന്നുണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ആ കാലുകളിലൊക്കെ എന്ത് പറ്റിയിട്ടുണ്ടാവും? അവിടുത്തെ രോഗാണുക്കൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വന്നിരിക്കും. നമ്മൾ അത് എന്ത് ചെയ്യുന്നു? അത് കഴിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കും? ആ രോഗാണു നമ്മുടെ ശരീരത്തിനകത്ത് കയറും, നമുക്ക് അസുഖം വരും അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? ചിത്രം മനസ്സിലായല്ലോ അല്ലേ. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായ തൂവാല കൊണ്ട് മറയ്ക്കുന്നത് എന്തിനാണ്? അതുപോലെ തന്നെ ഇവിടെ എന്താ ചെയ്യുന്ന? കുട്ടി തുമ്മുകയാണ്. തുമ്മുമ്പോൾ കുട്ടി ഓപ്പൺ ആയിട്ട് അങ്ങനെ തുമ്മണം. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്തുകൊണ്ടാ? ഒന്നെങ്കിൽ നമ്മുടെ ചുമയ്ക്കുമ്പോൾ നമ്മുടെ തുമ്മൊക്കെ ചെയ്യുമ്പോൾ മൂക്കും വായും തൂവാല വെച്ച് കർച്ചീഫ് കൊണ്ട് എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്തിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ചുറ്റും എന്ത് സംഭവിക്കും? അത് സ്പ്രെഡ് ആവും. നമുക്ക് ചുറ്റുമുള്ളവർക്കും കൂടെ അസുഖം പടരാൻ കാരണമാവും. അതുപോലെ ഭക്ഷ്യസാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുന്നത് എന്തിനാണ്? അതിനുള്ള കാരണം നമ്മളിപ്പോൾ പറഞ്ഞത് കണ്ടില്ലേ. ഇവിടെ ഭക്ഷ്യസാധനം തുറന്നു വെച്ചിരിക്കുകയാണ് അല്ലേ. സോ രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്? ഏതൊക്കെ മാർഗങ്ങളിലൂടെയാ? കൊതുക്, ഈച്ച, മണ്ണിലൂടെ, ജലവും ഭക്ഷണവും വഴി, രോഗവാഹകരുമായുള്ള സമ്പർക്കം തുടങ്ങിയ മാർഗങ്ങളിലൂടെ രോഗകാരികളായ സൂക്ഷ്മാണുക്കൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇവിടെ നമുക്ക് ഈച്ചന്റെ ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഈച്ച മാത്രമാണോ? അത് കൊതുകുണ്ട്, പിന്നെ മണ്ണിലുണ്ടാവും, മണ്ണിലൂടെ അല്ലെങ്കിൽ ജലം, ഭക്ഷണം വഴി, അങ്ങനെ പല രീതിയിൽ അതുപോലെ തന്നെ ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു ഒരാളിലേക്ക് അല്ലെ, അതാണ് രോഗവാഹകരുമായുള്ള സമ്പർക്കം എന്ന് പറയുന്നത്. അങ്ങനെ തുടങ്ങിയ മാർഗങ്ങളുടെ എല്ലാം ഈ രോഗകാരികളായ സൂക്ഷ്മാണുക്കൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് ചർച്ച ചെയ്ത ആശയ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ സൂക്ഷ്മജീവികളെ കുറിച്ച് പറഞ്ഞു. സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗവും കുറിച്ചാണ് പറയുന്നത്. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ, അതായത് രോഗാണുവാഹകർ എന്ന് പറയുന്നത് ഇപ്പൊ ആരാണ്? ഈച്ച, കൊതു, അല്ലെങ്കിൽ അസുഖം വന്ന ഒരു മനുഷ്യനായിക്കോട്ടെ. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് അസുഖം പകരില്ല. മനുഷ്യൻ രോഗാണുവാഹകരിൽ പെടുന്നതാണ്. പിന്നെ പക്ഷിമൃഗങ്ങൾ, ചില പക്ഷികളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ അസുഖം മനുഷ്യരിലേക്ക് പടരുന്ന അസുഖങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ രോഗാണുവാഹകരിൽ നമുക്ക് ഈച്ച, കൊതു, മനുഷ്യൻ, പക്ഷികളെയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ എങ്ങനെയാണ് വരുന്നത്? രോഗാണുവാഹകരിൽ ഉൾപ്പെടുന്നതാണ് മനുഷ്യൻ, ഈച്ച, കൊതു, എലി, പക്ഷികളൊക്കെ വരുന്നത്. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ എന്ന് പറയുമ്പോൾ മറ്റു മാർഗങ്ങൾ എന്ന് വെച്ചാൽ മണ്ണിലൂടെ, അല്ലെങ്കിൽ ജലം, ഭക്ഷണം വഴി, അതല്ലെങ്കിൽ വായുവിലൂടെ. ഇതെല്ലാം എന്താണ്? രോഗവാഹകരിൽ നിന്നല്ലാതെ. ശ്രദ്ധിക്കുക കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കും. അപ്പൊ നമുക്ക് ആദ്യം രോഗാണുവാഹകരിൽ നിന്നല്ലാതെ നോക്കാം. മണ്ണിലൂടെ വരുന്ന അസുഖങ്ങളാണ് വിരശല്യം, ടെറ്റനസ് ഒക്കെ. അതായത് നമുക്ക് മണ്ണിലൂടെ ഇതിന്റെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറുന്നത് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ചിലപ്പോൾ നമ്മുടെ കാലിൽ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെരുപ്പിടാതെയൊക്കെ പുറത്ത് മണ്ണിലൂടെ ഒക്കെ നടക്കുമ്പോൾ, ചെരുപ്പിടാണ്ടൊക്കെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ അഴുകിയ നമ്മൾ ചവിട്ടിയൊക്കെ എന്തിലൂടെങ്കിലും ചവിട്ടിയിട്ട് പോകുമ്പോൾ ആ മണ്ണിൽ ചിലപ്പോൾ ആ രോഗാണു ഉണ്ടാവും. അതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നു. സോ മണ്ണിലൂടെ വരുന്ന അസുഖങ്ങളാണ് വിരശല്യം, ടെറ്റനസ് ഒക്കെ. പിന്നെ അടുത്തത് എന്താണ്? വായുവിലൂടെ പകരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ക്ഷയം. ഓക്കെ, ക്ഷയം, ചിക്കൻ ബോക്സ് എല്ലാം. അതുപോലെ ജലവും ഭക്ഷണവും വഴി വരുന്നതാണ് ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം. വായുവിലൂടെ എന്ന് പറയുമ്പോൾ വായു എല്ലായിടത്തും ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ വായു ശ്വസിക്കുമ്പോൾ നമുക്ക് ക്ഷയം വരും, ചിക്കൻ ബോക്സ് വരും എന്നല്ല പറയണത്. ഇപ്പൊ ചിക്കൻ ബോക്സ് വന്ന ഒരാള് അയാളുടെ ആ പരിസരത്ത് എന്തുണ്ടാവും? അല്ലെങ്കിൽ അയാളുടെ ഒരു കുറച്ച് ഇതില് അയാളുടെ പരിസരത്ത് ആ രോഗാണുക്കൾ ഉണ്ടാവും ആ വായുവിൽ. ഓക്കെ, അപ്പൊ നമ്മൾ അയാളുമായിട്ട് ഒരു അടുത്ത സമ്പർക്കം വരുമ്പോൾ, അത് വെച്ചാൽ ഒരുപാട് അത്യാവശ്യം ഒരുപാട് അടുത്ത സമ്പർക്കത്തിൽ വരുമ്പോഴാണ് അസുഖം എന്ന് ചെയ്യുക? പടരുക. മനസ്സിലായല്ലോ? വായുവിലൂടെയാണ് അത് പടരുന്നത് കേട്ടോ, ക്ഷയവും ചിക്കൻ ബോക്സ് ഒക്കെ.
സംസാരത്തിലൂടെ, അയാളുമായിട്ടുള്ള സംസാരത്തിലൂടെ, അടുത്തിടപഴകുമ്പോൾ ചിലപ്പോൾ അവർ തുമ്മുമ്പോൾ ആ വായുവിൽ എന്തുണ്ടാവും, ആ കുറച്ച് ഡിസ്റ്റൻസിൽ, കുറച്ച് ദൂരത്തേക്ക് ആ രോഗാണുക്കൾ ഉണ്ടാവും. അത് നമ്മൾ ശ്വസിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിനകത്ത് കയറും. അടുത്തത് ജലവും ഭക്ഷണവും വഴി എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ടൈഫോയിഡ്, മഞ്ഞപ്പിത്തമൊക്കെ എന്താണ്, നല്ല ജലമല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും മാലിന്യമായിട്ടുള്ള വെള്ളം കുടിക്കുന്നത് വഴി അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയെല്ലാം നമുക്ക് പടരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ടൈഫോയിഡ്, മഞ്ഞപ്പിത്തമൊക്കെ. അടുത്തത് രോഗാണുവാഹകരിൽ നിന്ന്. ഓക്കെ, ഡെങ്കിപ്പനി ആര് പടർത്തുന്നു? കൊതുകാണ് അല്ലെ. കൊതുക് പടർത്തുന്ന അസുഖമാണ് ഡെങ്കിപ്പനി. പിന്നെ എന്താ നമുക്ക് എഴുതാൻ പറ്റും? മലേറിയ, ചിക്കൻ ഗുനിയ. അല്ല, ഇവിടെ ഇന്നുണ്ട് കേട്ടോ, ചിക്കൻ ഗുനിയ എന്നാണ് ഇന്ന് എഴുതണം കേട്ടോ ഇവിടെ, ചിക്കൻ ഗുനിയ. ഓക്കെ, ചിക്കൻ ഗുനിയ എന്തായാലും കൊതുക് പടർത്തുന്ന അസുഖങ്ങളാണ്. അതിനുശേഷം ഈച്ച പടർത്തുന്ന അസുഖങ്ങളാണ് എന്ത്? കോളറ. പിന്നെ അതിസാരം, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന ഒരു അസുഖം കൂടിയാണ് എന്ത്? ചെങ്കണ്ണ്, അതുപോലെ കുഷ്ഠം. പിന്നെ പക്ഷികൾ മുഖേന വരാൻ സാധ്യത അസുഖങ്ങളാണ് പക്ഷിപ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രോഗങ്ങൾ പകരുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണ്. മനസ്സിലായി അല്ലേ? രോഗാണുവാഹകരായ ഏതെല്ലാം ജീവികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു? രോഗാണുവാഹകരായ ചോദ്യം മനസ്സിലാക്കുക. രോഗാണുവാഹകർ എന്ന് വെച്ചാൽ ഈ കാറ്റഗറി, ഇതിലെ ഏതെല്ലാം ജീവികളെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ചോദ്യം കേട്ടോ. ഈച്ച, കൊതു, എലി, വവ്വാൽ അല്ലെ. നിപ്പ അസുഖം പറഞ്ഞത് വവ്വാലിലൂടെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യമല്ലേ. അപ്പൊ ഈച്ച, കൊതുക്, എലി, വവ്വാൽ ഇവരെല്ലാം എന്താണ്? രോഗാണുവാഹകരായ ജീവികളിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് രോഗാണുവാഹകരെ കുറിച്ചാണ് കേട്ടോ. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. ഇംഗ്ലീഷിൽ വെക്ടേഴ്സ് എന്ന് പറയും. ഈച്ച, എലിച്ചെല്ല്, കൊതുക്, വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും. പഠിച്ചു വെക്കുക എന്താണ് രോഗാണുവാഹകർ. ചിത്രം കൊടുത്തിട്ടുണ്ട് കണ്ടോ. പരിസരം മലിനമാകുമ്പോൾ സമാന സാഹചര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലും ഉണ്ടോ? ചിത്രം നോക്കൂ. ഇതുപോലെ സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. എവിടെയെങ്കിലും നിങ്ങളുടെ വീടിന്റെ അടുത്തോ സ്കൂളിൽ പോകുന്ന വഴിയിലോ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടിയിട്ടുണ്ടാവും. ചിലപ്പോൾ അവിടെ എന്താ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ, മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കരുതെന്ന് ഇട്ടിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യും? അതിന്റെ അടുത്ത് എന്തിട്ടുണ്ടാവും? മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എവിടെയെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് അസുഖം പടരാൻ കാരണമാകുമോ? തീർച്ചയായിട്ടും കാരണമാകും അല്ലെ. രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യങ്ങൾ എഴുതി നോക്കൂ. അപ്പൊ ഇങ്ങനെ മാലിന്യങ്ങൾ കുന്നുകൂടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്ത് കൂടുകയാണ്? ഈ രോഗാണുവാഹകർ കൂടാൻ സാധ്യതയുണ്ട് അല്ലെ. ഈ പറഞ്ഞ പോലെ എലിശല്യം കണ്ടോ, കൊതുക്, ഇതെല്ലാം തന്നെ അവിടെ എന്താ? ഈച്ച, അതെല്ലാം ഇങ്ങനെ കൂടും, അവിടെ നിറയും, അസുഖങ്ങളും കൂടും. അപ്പൊ രോഗാണുവാഹകർ കൂടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ കൊതുകിന്റെ എഴുതിയിട്ടുണ്ട്. കൊതുക് പെരുകുന്ന ഒരു സാഹചര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ട് വളരുന്നു. അതായത് ഈച്ച പെരുകുന്ന നമുക്കൊരു സാഹചര്യം ചോദിച്ചിട്ട് എഴുതാൻ പറ്റും. ഈച്ച, അഴുകുന്ന ജൈവമാലിന്യങ്ങളിൽ ഈച്ചകൾ മുട്ടയിട്ട് പെരുകുന്നു. എലിന്റെ കാര്യമാണെങ്കിലോ, ആഹാരാവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നതും വൃത്തിഹീനമായ ചുറ്റുപാടും എലികൾ പെരുകുന്നതിന് കാരണമാകുന്നു. രോഗാണുവാഹകരെ നിയന്ത്രിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അപ്പൊ ഇത്തരം രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യം ഒഴിവാക്കാൻ, നിയന്ത്രിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ആഹാര സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ശരിയായ രീതിയിൽ സംസ്കരിക്കുക, ജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക, അതുപോലെ ഓടകൾ വൃത്തിയായും അടച്ചും സൂക്ഷിക്കുക. കൊതുകിനെ നിയന്ത്രിക്കാം. അപ്പൊ കൊതുക് എന്ന് പറയുന്നത് ഒരുപാട് പല തരത്തിലുള്ള അസുഖങ്ങൾ പടരാൻ കാരണമാകുന്ന ഒരു രോഗാണുവാഹകരിൽ ഉൾപ്പെടുന്ന ആളാണ് അല്ലെ കൊതുകിനെ നിയന്ത്രിച്ചാൽ കുറേയേറെ രോഗങ്ങൾ തടയാമല്ലോ. കൊതുക് വളരുന്ന സാഹചര്യം നമ്മുടെ വീട്ടു പരിസരങ്ങളിൽ മാത്രം ഇല്ലാതാക്കിയാൽ മതിയോ? നമ്മുടെ വീട് മാത്രം വൃത്തിയാക്കി കൊതുക് മുട്ടയിടുന്ന സാഹചര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ കൊതുക് ശല്യം കുറയോ? ഇല്ല അല്ലെ. നമ്മുടെ പരിസരം കൂടി എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും വൃത്തിയായിരിക്കണം. ഒരു കൊതുകും ഈച്ചയെന്ന് സംസാരിക്കുന്നത്. കൊതുക് പറയാണ് ഇവിടെ ഇനി രക്ഷയില്ല, മുട്ടയിടാൻ വേറെ സ്ഥലം നോക്കണം. അപ്പൊ ഈച്ച എന്താ പറയണത്? ഈ പ്രദേശം വൃത്തിയുള്ളതാണ്, നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ, ഓടകൾ ശുചീകരിക്കൽ എന്നിവ കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗങ്ങളാണ്.
ചിത്രീകരണം നിരീക്ഷിക്കൂ. അപ്പോൾ കൊതുകിനെ നമുക്ക് ഒഴിവാക്കാൻ അല്ലെങ്കിൽ കൊതുക് പെരുകുന്നത് ഒഴിവാക്കാനൊക്കെ നമുക്ക് അല്ലെങ്കിൽ കൊതുക് കടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഏതൊക്കെയാ? ഒന്നാമത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ സന്ധ്യാസമയത്താണ് ഈ കൊതുക് ശല്യം കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ വാതിലും ജനലൊക്കെ അടച്ചിടാം. പിന്നെയോ കൊതുക് വല ഉപയോഗിക്കുക, കൊതുക് ബാറ്റ് ഉപയോഗിക്കുക, പിന്നെ പുകയിടലാണ് കേട്ടോ. ഇതൊക്കെ കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള ചില മുൻകരുതലുകളാണ്. രോഗം പകരാതിരിക്കാൻ പരിസര ശുചിത്വം മാത്രം ഉറപ്പാക്കിയാൽ മതി. ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ നോക്കൂ. അപ്പം രോഗം നമുക്ക് പടരാതിരിക്കാൻ വേണ്ടി നമുക്ക് പരിസര ശുചിത്വം മാത്രം നോക്കിയാൽ മതിയോ? പോരാ അല്ലെ. വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിനുപരി നമുക്ക് നോക്കണം. ഇപ്പൊ രോഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അടുത്ത കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ അത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക, ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. പിന്നെയോ വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണെങ്കിൽ രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക. മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണെങ്കിൽ ചെരുപ്പ് ഉപയോഗിക്കുക, ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക, മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. മനസ്സിലായല്ലോ? രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങളുടെ വീട്, വിദ്യാലയം, ശുചിമുറികൾ എന്നിവയുടെ ശുചിത്വം ഉറപ്പാക്കാൻ എന്തെല്ലാം ചെയ്യാം? ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക, മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുക, ഓടകൾ അടച്ചും വൃത്തിയായും സൂക്ഷിക്കുക. ഡ്രൈ ഡേ എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. കൊതുക് പെരുകുന്നത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുക. കൊതുക് മുട്ടിയിട്ട് വളരാൻ സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കെട്ടിക്കിടക്കുന്ന വെള്ളം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അതൊക്കെ വൃത്തിയാക്കുക. അതാണ് ഡ്രൈ ഡേ എന്ന് പറഞ്ഞ് ആചരിക്കുന്നത്. അത് ആഴ്ചയിൽ ഒരിക്കൽ ആചരിക്കാനുള്ള ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യണം എന്ന് പറയാൻ കാരണം കൊതുക് മുട്ട വിരിയാൻ എടുക്കുന്ന സമയം 7 ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും അല്ലേ. അത് വിരിയുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അടുത്ത ടോപ്പിക് പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും. അപ്പൊ നമ്മൾ പറഞ്ഞു മറ്റു ഒരുപാട് ജീവികളെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെ. പക്ഷെ പകർച്ചവ്യാധികൾ ഇതുപോലെ മൃഗങ്ങളിലും സസ്യങ്ങളിലും ഉണ്ടാവും. മനുഷ്യന് മാത്രമാണോ പകർച്ചവ്യാധികൾ ബാധിക്കാറുള്ളത്? അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും പക്ഷിപ്പനി എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഒരു പക്ഷിക്കായിരിക്കും അല്ലെങ്കിൽ ഒരു കോഴിക്കുണ്ടെങ്കിൽ അത് ഒരു കൂട്ടം പക്ഷികളെ ബാധിക്കും. അതൊക്കെയാണ് പക്ഷിപ്പനി എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് വരുന്ന ചെടികൾക്ക് വരുന്ന ഒരുപാട് പകർച്ച അസുഖങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അത്തരം ക്ലിപ്പിംഗ്സ് ആണ്, അത്തരം ഒരു കൊളാഷാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പത്രവാർത്തകളുടെ ഒരു കൊളാഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പകർച്ചവ്യാധികൾ ബാധിച്ച സസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ സസ്യങ്ങൾക്ക് വരുന്ന അസുഖങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നെല്ലില് തവിട്ട് ഇലപ്പുള്ളി എന്നാണ് ഇതിനെ പറയുക. അതുപോലെ പയറിലെ മൊസൈക്ക് രോഗം, തെങ്ങിലെ കൂമ്പുചീയലൊക്കെ. സസ്യങ്ങളെയും ജന്തുക്കളെയും ബാധിക്കുന്ന മറ്റു രോഗങ്ങളെ കുറിച്ച് അന്വേഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അപ്പൊ ജന്തുക്കളെ എന്ന് വെച്ചാൽ ജീവികളെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷികൾക്ക് വരുന്ന അസുഖമാണ് പക്ഷിപ്പനി. പശു ആടിനൊക്കെ വരുന്നതാണ് ആന്ത്രോക്സ്. നായ പൂച്ചയ്ക്കൊക്കെ വരുന്ന അസുഖമാണ് പേവിഷബാധ. കന്നുകാലികൾക്ക് വരുന്ന അസുഖമാണ് കുളമ്പ് രോഗം. സസ്യങ്ങളെ ബാധിക്കുന്ന രോഗം തെങ്ങിന് വരുന്നത് കൂമ്പുചീയല്, നെല്ലിന് തവിട്ടിലപ്പുള്ളി, പയർ ചെടിക്ക് മൊസൈക്ക് രോഗം, വാഴയ്ക്ക് കുറുനാമ്പ് രോഗം എന്ന് പറയും, അല്ലെങ്കിൽ കൂമ്പടപ്പ് എന്നാണ് അതിന് പറയുക. തക്കാളിക്ക് വാട്ടരോഗം. പച്ചക്കറികൾക്ക് പൊതുവായി വരുന്നൊരു അസുഖമാണ് പൂപ്പൽ. അടുത്ത ടോപ്പിക് ശുചിത്വ ശീലങ്ങളാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെ നമുക്ക് ശുചിത്വ ശീലങ്ങൾ നമുക്ക് നോക്കാം, എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ആരോഗ്യകരമായ ജീവിതത്തിന് പരിസര ശുചിത്വം പോലെ പ്രധാനമല്ലേ വ്യക്തി ശുചിത്വം? തീർച്ചയായിട്ടും അല്ലെ. പരിസര ശുചിത്വം മാത്രം ഉണ്ടായാൽ മതിയോ നല്ല ആരോഗ്യത്തിന്? അല്ല. ആരോഗ്യകരമായ ജീവിതത്തിന് എന്ത് ഇമ്പോർട്ടന്റ് ആണ്? വ്യക്തി ശുചിത്വം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് ഇവയിൽ ഏതെല്ലാം നല്ല ആരോഗ്യശീലങ്ങൾ ടിക്ക് ചെയ്യാനാണ് പറയണത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നല്ല ആരോഗ്യശീലങ്ങൾ എന്ന് പറയുന്നത്. ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ. അതായത് ഭക്ഷണം കഴിച്ച ശേഷം മാത്രം കൈ കഴുകുക ശരിയാണോ? അല്ല അല്ലെ. നല്ല ആരോഗ്യശീലമാണോ? അല്ല. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈ എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് ഹാൻഡ് വാഷോ സോപ്പൊക്കെ ഉപയോഗിച്ച് കൈ വൃത്തിയായിട്ട് കഴുകുക. കാരണം നമ്മൾ കണ്ണിൽ കാണാത്ത ഒരുപാട് രോഗാണുക്കൾ നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. ദിവസവും രാത്രി ആഹാരശേഷം പല്ല് തേക്കാറുണ്ട്. നല്ലൊരു ശീലമാണ് അല്ലേ. കാരണം എന്താണ്, പിന്നീട് നമ്മൾ ഒരുപാട് നേരം നമ്മളൊന്നും കഴിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? രാത്രി കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ പല്ലിൽ തങ്ങി നിൽക്കും. അത് നമ്മുടെ പല്ല് കേടുവരാനൊക്കെ കാരണമാണ്. ഒരുപാട് രോഗാണുക്കൾ വരും.
അപ്പോൾ എപ്പോഴും രാത്രി ആഹാരശേഷം പല്ല് തേക്കുന്നത് നല്ല ശീലമാണ്. ഒരു ദിവസം 2 നേരം പല്ല് തേക്കൽ, മോർണിംഗും രാത്രിയും പല്ല് തേക്കുന്നത് വളരെ നല്ലൊരു ശീലമാണ്. അടുത്തത് കൈകാലുകളിൽ നഖങ്ങൾ വെട്ടാറില്ല. നല്ല ശീലമാണോ? അല്ല അല്ലേ? ആ നഖത്തിന്റെ ഇടയിലെല്ലാം അഴുക്കൾ കയറും. അപ്പൊ നല്ല ശീലമല്ല അത്. അടുത്തത് പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പിടാറുണ്ട്. നല്ല ശീലമാണ്. കാരണം നമ്മൾ പറഞ്ഞിരുന്നു മണ്ണിലൂടെ ഒരുപാട് അസുഖങ്ങൾ പടരും. സോ അത് നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ചെരുപ്പിട്ട് നടക്കാം. പക്ഷികൾ കടിച്ചിട്ട പഴങ്ങൾ കഴിക്കാറുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. അത് നമ്മൾ വിചാരിക്കും പക്ഷികളല്ലേ, അത് നമുക്ക് ആ ഭാഗം മാത്രം ചെത്തിക്കളഞ്ഞിട്ട് ബാക്കി കഴിക്കാലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എന്ത് തന്നെ കടിച്ചാലും അത് നമുക്ക് അറിയില്ലല്ലോ അത് പക്ഷി കടിച്ചതാണോ വേറെ എന്തെങ്കിലും കടിച്ചതാണോ എന്ന് നമുക്ക് അറിയില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പക്ഷികൾ കഴിച്ച ഭക്ഷണം, പ്രത്യേകിച്ചൊക്കെ പേരയ്ക്ക പോലത്തേക്ക് അങ്ങനെ പല പേരയ്ക്ക ആയിക്കോട്ടെ, മാങ്ങ ആയിക്കോട്ടെ, അതെന്തെങ്കിലും പക്ഷി എന്തെങ്കിലും കൊത്തിയതായിരിക്കും വേണ്ടി നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പക്ഷികൾ കടിച്ചിട്ട് പഴങ്ങളോ പച്ചക്കറികളോ ഒന്നും തന്നെ കഴിക്കരുത് കേട്ടോ. അതുപോലെ തുറന്നു വെച്ച് വിൽക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല. നല്ല ശീലമാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഈച്ച വന്നിരുന്ന് തുറന്നു വെച്ച ആഹാരത്തിൽ വന്നിരുന്ന് ഒരുപാട് അസുഖങ്ങൾ പടരുമെന്ന് പറഞ്ഞിരുന്നു. സോ അത് നല്ലൊരു ശീലമാണ്, കഴിക്കരുത്. പൊതുസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട്. നല്ല ശീലമാണോ അത്? ഒരിക്കലും അല്ല അല്ലേ? നമ്മുടെ വീട് വൃത്തിയായിരിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പരിസരം, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴികളും വൃത്തിയായി തന്നെ ഇരിക്കണം. നമ്മളത് വൃത്തികേടാക്കാനും നമ്മൾ പാടില്ല. വൃത്തിയായിരിക്കണം എന്ന പോലെ തന്നെ എന്ത് ഇമ്പോർട്ടന്റ് ആണ്? നമ്മൾ മറ്റു സ്ഥലങ്ങൾ വൃത്തികേടാക്കാതിരിക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ തീർച്ചയായിട്ടും പൊതുസ്ഥലങ്ങളിൽ തുപ്പാൻ പാടില്ല. അപ്പൊ തുപ്പാറുണ്ടെന്ന് പറയുന്നത് നല്ല ശീലമാണോ? അല്ല. അടുത്ത ലാസ്റ്റ് വൺ, എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. നല്ല ശീലം തന്നെയാണ് അല്ലേ? വ്യക്തി ശുചിത്വമാണ്. എല്ലാ ദിവസവും കുളിക്കണം. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം എന്നിവയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ തയ്യാറാക്കി പ്രദർശിപ്പിക്കും. അപ്പൊ നമ്മളിപ്പോ എന്ത് പഠിച്ചു? അസുഖങ്ങളെ കുറിച്ച് പഠിച്ചു. അസുഖങ്ങൾ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു അല്ലേ? ഇനി ഈ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളാണ് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറയുന്നത്. തയ്യാറാക്കുക കേട്ടോ. അടുത്തത് രോഗപ്രതിരോധ ശേഷിയെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒരു രോഗം വന്നാൽ നമ്മുടെ ശരീരം എങ്ങനെ അത് പ്രതിരോധിക്കും എന്നതിനെ കുറിച്ച് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് രോഗപ്രതിരോധ ശേഷി? മനസ്സിലായല്ലോ? ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആകണമെന്നില്ല. ഇത് പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ് രോഗപ്രതിരോധ ശേഷി എന്ന് പഠിച്ചു വെക്കുക. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ, അതായത് വാക്സിനേഷൻസ് എടുക്കേണ്ടതുണ്ട്. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. ഇതിന് ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു. അപ്പൊ എന്താണ് രോഗപ്രതിരോധ ശേഷി? എന്താണ് ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്? അതായത് നമുക്ക് ചില അസുഖങ്ങളെ നമ്മുടെ ശരീരത്തിന് തനിയെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമുക്ക് പോളിയോ വാക്സിൻ ഒക്കെ എടുക്കും. പോളിയോ, അതുപോലെ തന്നെ എന്താണ് ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ പകർച്ചവ്യാധികൾ നേരിടാനുള്ള വാക്സിനേഷൻസ് ഒക്കെ നമ്മൾ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എടുക്കാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്തരം അസുഖങ്ങൾ പിന്നീട് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വാക്സിനേഷൻസ് എടുക്കുന്നത് കേട്ടോ. അതായത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നത്. അപ്പൊ അത് എന്തിനാന്ന് വെച്ചാൽ അസുഖത്തിന് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നേരിടാൻ വേണ്ടി, അസുഖം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പോർഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ചോദ്യം എക്സാമിന് ഉറപ്പായും പ്രതീക്ഷിക്കാം. വാക്സിൻ എടുക്കാനുള്ളവരുടെ കൗണ്ടർ 2 വരണം. കണ്ടോ, വാക്സിൻ എടുക്കാൻ നിൽക്കുകയാണല്ലേ. ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് വാക്സിനുകൾ എടുക്കേണ്ടത്? 16 വയസ്സിനുള്ളിൽ നിർബന്ധമായും എടുക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണ്? ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾ ആരോഗ്യ പ്രവർത്തകരുമായുള്ള അഭിമുഖത്തിൽ നിന്ന് ശേഖരിക്കൂ. ആരോഗ്യ പ്രവർത്തകരുമായുള്ള അഭിമുഖത്തിന് മുൻകൂട്ടി ചോദ്യാവലി തയ്യാറാക്കേണ്ടേ? ഏതെല്ലാം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തണം? അപ്പൊ നിങ്ങൾ എന്തൊക്കെ നമ്മൾക്ക് ഒരുപാട് വാക്സിൻസ് എടുക്കുന്നുണ്ട്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഒരുപാട് കുത്തിവയ്പ്പുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ വാക്സിനേഷൻ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് കണ്ടോ, എന്താണ് ജനന സമയത്ത് എടുക്കുന്ന വാക്സിൻ ആണ് OPV. അതിന്റെ OPVന്റെ ഫുൾ ഫോം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓറൽ പോളിയോ വാക്സിൻ ആണ് കേട്ടോ. OPV വെച്ചാൽ ഓറൽ പോളിയോ വാക്സിൻ. പിന്നെയോ BCG വെച്ചാൽ ബാസിലസ് കാർമറ്റ് ക്വറിൻ ആണ്. പിന്നെ ഹെപ്പ് ബി വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് ബി.
പിന്നെ 6 ആഴ്ച, 6 ആഴ്ചയായി കഴിഞ്ഞാലോ 6 ആഴ്ചയായി കഴിഞ്ഞാൽ എടുക്കുന്ന വാക്സിൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 10 ആഴ്ചയിൽ എടുക്കുന്ന വാക്സിൻ, 14 ആഴ്ചയിൽ എടുക്കുന്ന വാക്സിൻ, ഓരോ വാക്സിനും ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. BCG ബാസിലസ് കാൽമക്വറിൻ, OPV ഓറൽ പോളിയോ വാക്സിൻ, ഹെപ് ബി ഹെപ്പറ്റൈറ്റിസ് ബി, FIBV പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്, RBV റൊട്ടാ വൈറസ് വാക്സിൻ. ഇത് നിങ്ങൾ വാക്സിനേഷൻ ചാർട്ട് പഠിച്ചു വെക്കുക കേട്ടോ. കാരണം ഇത് നമ്മളൊരു ടേബിൾ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട്. എക്സാമിന് ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള ഒരു പോർഷൻ ആണിത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ, പഠിച്ചു വെക്കുക. PCV pneumococcal conjugate vaccine, MR measles rubella vaccine, DPT diphtheria pertussis tetanus vaccine. 3 അസുഖങ്ങൾ വരാതിരിക്കാനുള്ള വാക്സിനാണ് DPT. ഓക്കെ, ഏതൊക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതൊക്കെ അസുഖങ്ങളാണ്? ഡിഫ്തീരിയ, P പെർട്ടുസിസ്, T ടെറ്റനസ്, TD ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. അപ്പോൾ 9 മാസത്തിൽ എടുക്കുന്ന വാക്സിൻ ഉണ്ട്, 16 to 24 മാസം ആകുമ്പോൾ എടുക്കേണ്ട വാക്സിൻ ഉണ്ട്, 5 to 6 വയസ്സിൽ ആ ഒരു സമയത്ത് എടുക്കേണ്ട വാക്സിൻ ഉണ്ട്, 10 വയസ്സാകുമ്പോൾ എടുക്കേണ്ട വാക്സിനാണ് TD1, പിന്നെ 16 വയസ്സിൽ എടുക്കേണ്ട വാക്സിനാണ് TD2 എന്ന് പറയുന്നത്. നിങ്ങളുടെ കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തി ചാർട്ട് പൂർത്തിയാക്കും. അപ്പോൾ ഈ ചാർട്ട് രൂപത്തിൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, അത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രതിരോധ വാക്സിനുകൾ, വാക്സിൻ്റെ പേര്, പ്രായം, രോഗം. പോളിയോ വാക്സിൻ ആണെങ്കിലോ ജനന സമയത്ത് എടുക്കണം അല്ലേ, അത് പ്രതിരോധിക്കുന്ന രോഗം പോളിയോ ആണ്. പോളിയോ വാക്സിൻ നമ്മൾ OPV എന്ന് പറയും. പിന്നെയോ ബാസിലസ് കാൽമക്വറിൻ BCG ജനന സമയത്ത് തന്നെയാണ്, അത് പ്രതിരോധിക്കുന്ന രോഗം ക്ഷയമാണ്. പിന്നെ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ 10 വയസ്സിലും 16 വയസ്സിലും എടുക്കും, അത് പ്രതിരോധിക്കുന്ന അസുഖങ്ങൾ ടെറ്റനസും ഡിഫ്തീരിയാണ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് B ജനന സമയത്താണ് എടുക്കുക, അത് പ്രതിരോധിക്കുന്ന അസുഖം ഹെപ്പറ്റൈറ്റിസ് ആണ്. ഇങ്ങനെ ടേബിൾ വൈസ് കൊടുത്തിട്ടുണ്ട്. 6 ആഴ്ചയിൽ എടുക്കേണ്ട വാക്സിനും അത് ഏത് അസുഖത്തെയാണ് പ്രതിരോധിക്കുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക, ഈ ടേബിൾ പഠിച്ചു വെക്കുക. നമ്മളത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാനാണ് നിങ്ങൾ ടേബിൾ രൂപത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ 10 ആഴ്ചയാവുന്ന സമയത്ത് കുട്ടിക്ക് എടുക്കേണ്ട വാക്സിൻസും അതിൻ്റെ അസുഖങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. അത് ഏത് അസുഖത്തെ പ്രതിരോധിക്കുമെന്നാണ് കൊടുത്തിരിക്കുന്നത്, പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ആ വാക്സിൻ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ 14 ആഴ്ചയിൽ, പിന്നെ 9 മാസത്തിലും 16 to 24 മാസത്തിൽ എടുക്കേണ്ട വാക്സിനും 5 to 6 വയസ്സിൽ വരുന്ന വാക്സിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ പ്രതിരോധിക്കുന്ന അസുഖവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്, പഠിച്ചു വെക്കുക. അടുത്തത് രോഗങ്ങൾ പകരുന്ന വിധവും പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും സംബന്ധിച്ച് ആളുകൾക്ക് ശരിയായ അറിവ് നൽകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? നാടക രൂപത്തിൽ അവതരിപ്പിക്കാം, പാവനാടകം, കാർട്ടൂൺ, പോസ്റ്റർ, ചെറു സിനിമകൾ, നോട്ടീസ്, ഇതിലൂടെ നമുക്കത് അറിയിക്കാൻ പറ്റും. ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങൾ കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താം. ആരോഗ്യമുള്ള ജനതയാണ് നാടിന്റെ സമ്പത്ത്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ വിലയിരുത്താം എന്നുള്ള പോർഷനിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ, വ്യക്തി ശുചിത്വം പാലിക്കാനായി നിങ്ങളെടുത്ത 5 തീരുമാനങ്ങൾ എഴുതും. ദിവസവും 2 തവണ പല്ല് തേക്കും, പുറത്തുപോയി വന്നാൽ കൈകാലുകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കും, ദിവസവും അലക്കിയ വസ്ത്രങ്ങൾ ധരിക്കും, ദിവസവും കുളിക്കും, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ വൃത്തിയായി കഴുകും. രണ്ടാമത്തെ ചോദ്യം, പകർച്ചവ്യാധികൾ തടയുന്നതിന് വ്യക്തി ശുചിത്വവും സാമൂഹിക ശുചിത്വവും പ്രധാനമാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിശദീകരിക്കുക. തീർച്ചയായിട്ടും യോജിക്കുന്നു അല്ലേ? ഞാൻ ഈ പ്രസ്താവനയോട് യോജിക്കുന്നു. കാരണം വ്യക്തി ശുചിത്വം ശരീരത്തിൽ നിന്ന് രോഗാണുക്കളെ നീക്കം ചെയ്യാനും രോഗങ്ങൾ പടരുന്നത് തടയാനും സഹായിക്കുന്നു. സാമൂഹിക ശുചിത്വം മലിനമായ ചുറ്റുപാടുകളിലൂടെ രോഗങ്ങൾ പടരുന്നത് തടയുകയും പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. നല്ല വ്യക്തി ശുചിത്വവും സാമൂഹിക ശുചിത്വ രീതികളും സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യത കുറയ്ക്കാൻ കഴിയും. മൂന്നാമത്തെ, പകരുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാൻ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകളിൽ നിങ്ങൾ യോജിക്കുന്നവ ഏതെല്ലാം? ഒന്നാമത്തെ, മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുക അല്ലെ, പകരുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാനാണ്, ശരിയാണ് അല്ലെ. അടുത്തതോ, നമുക്ക് പിന്നെ ഏത് പറയാൻ പറ്റും? വെള്ളം. രണ്ടാമത്തത്, മാലിന്യങ്ങൾ പൊതുയിടങ്ങളിലേക്ക് വലിച്ചെറിയുക, ശരിയാണോ? അല്ല. അടുത്തത്, വെള്ളം കെട്ടി നിർത്തേണ്ട സാഹചര്യം അനിവാര്യമെങ്കിൽ അതിൽ ഗപ്പി, ഗാംബൂസിയ തുടങ്ങിയ മത്സ്യങ്ങളെ വളർത്തുക, കറക്റ്റ്. അടുത്തത്, ഭക്ഷ്യസാധനങ്ങൾ അടച്ചു സൂക്ഷിക്കേണ്ടതില്ല എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. അടുത്തത്, ഭക്ഷ്യസാധനങ്ങൾ കഴുകി മാത്രം ഉപയോഗിക്കുക, കറക്റ്റ് ആണ്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, കറക്റ്റ് ആണ്. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് പകരുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും. അടുത്ത, വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക, കറക്റ്റ്. ഉറവിട മാലിന്യ സംസ്കരണം ശീലമാക്കുക, അതും കറക്റ്റ് ആണ്, പകരുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാൻ. അടുത്തത്, തുടർ പ്രവർത്തനങ്ങളാണ്.
പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ഇവയ്ക്കെതിരെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മുൻകരുതലുകളെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി നാടകം തയ്യാറാക്കി അവതരിപ്പിക്കുക. രണ്ടാമത്തത് സ്കൂൾ പരിസരത്തിന്റെ മാലിന്യ മാപ്പ് തയ്യാറാക്കുക. മാപ്പിന്റെ വിവരങ്ങൾ അടിസ്ഥാനത്തിൽ സ്കൂൾ പരിസരം മാലിന്യമുക്തമാക്കാനുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കുക. നിങ്ങൾ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിന്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാ കൂട്ടർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കമന്റ്സ് രൂപത്തിൽ അറിയിക്കുക. നമുക്ക് നെക്സ്റ്റ് ഏത് ചാപ്റ്റർ നിങ്ങൾക്ക് ആവശ്യമാണ്, ഏത് ക്ലാസ് ആണ് ആവശ്യമുള്ളത് കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്